നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വിപണിയിൽ കണ്ട വൻ തകർച്ചയ്ക്ക് ശേഷം ഇന്ന് വലിയൊരു തിരിച്ചുവരവാണ് ദലാൽ സ്ട്രീറ്റിൽ നാം കണ്ടത്. സെൻസെക്സിലെ 1300 പോയിന്റിന്റെ കുതിപ്പ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് അമേരിക്കൻ വിപണിയിൽ നടന്ന $2 ബില്യൺ നിഗൂഢമായ ഇടപാട്, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ഗോൾഡ്മാൻ സാക്സ് നൽകിയ പുതിയ മുന്നറിയിപ്പ്, ഓൺലൈൻ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെയുള്ള IRDAIയുടെ കർശന നടപടി, ഒപ്പം സൊമാറ്റോയും സ്വിഗ്ഗിയും വീണ്ടും ചാർജുകൾ വർദ്ധിപ്പിച്ചത് തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ IRDAIയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, ഇന്ത്യൻ റിസ്ക് ഡെവലപ്മെന്റ് ആൻഡ് അസസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ സി, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റീറ്റെയിൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ ഗംഭീര റിക്കവറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇന്നലത്തെ ബ്ലാക്ക് മൺഡേയ്ക്ക് ശേഷം വിപണി ഇന്ന് 1.8% കുതിച്ചുയർന്നത്. സെൻസെക്സ് 1372 പോയിന്റുകൾക്ക് മുകളിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ നിഫ്റ്റി 50 22,900 എന്ന ലെവലിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ വിപണി മൂല്യത്തിൽ 8 ലക്ഷം കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ആഗോള വിപണിയിലെ പോസിറ്റീവ് വാർത്തകൾക്കൊപ്പം താഴെയുള്ള ലെവലുകളിൽ നിക്ഷേപകർ നടത്തിയ വമ്പൻ ബൈയിങ് ആണ് വിപണിയെ ഇന്ന് പച്ചപ്പണിയിച്ചത്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാറായിട്ടില്ല. കൂടാതെ ഇന്ന് നിഫ്റ്റി എക്സ്പയറി കൂടിയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്നത്തെ ഉയർച്ച നിലനിർത്താനാകുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എന്നാൽ ഇന്നലെ വിപണിക്ക് ഇത്രയും വലിയൊരു ആശ്വാസം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ വളരെ നിഗൂഢമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ട്രംപ് ഇറാനുമായുള്ള സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് കൃത്യം 5 മിനിറ്റ് മുൻപ് അമേരിക്കൻ വിപണിയിൽ ഏകദേശം $2 ബില്യൺ, അതായത് 16,000 കോടി രൂപയുടെ ഒരു വമ്പൻ ഡെറിവേറ്റീവ് ട്രേഡ് നടന്നു. വിപണി മുകളിലേക്ക് കുതിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ആരോ നടത്തിയ ഈ $1 ബില്യൺ ഇടപാട് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിനിടയിൽ ആഗോള എണ്ണ വിപണിയിൽ വീണ്ടും ചെറിയ ചാഞ്ചാട്ടങ്ങൾ കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപണിയിലെ ഈ അനിശ്ചിതത്വം മാറ്റാൻ ജപ്പാൻ നേരിട്ട് ഇടപെടാനൊരുങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തുവന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകളിൽ ഇടപെടാൻ ജപ്പാൻ ധനകാര്യമന്ത്രി എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തുകയാണെന്ന് വ്യക്തമാക്കി. ഇതോടൊപ്പം ഖത്തറിലെ പ്രശ്നങ്ങൾ കാരണം ആഗോള LNG കയറ്റുമതി കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന ബ്ലൂംബർഗ് റിപ്പോർട്ടും എനർജി മാർക്കറ്റിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആഗോള പ്രശ്നങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വെട്ടിക്കുറച്ചു. ക്രൂഡ് ഓയിൽ വില കൂടുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതും കാരണം വരും മാസങ്ങളിൽ റിസർവ് ബാങ്കിന് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ട് ശരിവയ്ക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ PMI ഡേറ്റകളും ഇന്ന് പുറത്തുവന്നു. മാർച്ച് മാസത്തിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ ബിസിനസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എത്തിനിൽക്കുന്നത്. യുദ്ധം നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ തളർത്തുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇത് താൽക്കാലികമാണോ എന്നത് യുദ്ധം എത്രത്തോളം നീളുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. ഓൺലൈൻ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഡാർക്ക് പാറ്റേണുകൾ ഉപയോഗിക്കുന്നതിനെതിരെ IRDAI കർശന നടപടിക്കൊരുങ്ങുകയാണ്. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ക്ലയന്റ്സിന് കൃത്യമായ ഉപദേശങ്ങളും സുരക്ഷയും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആവശ്യമില്ലാത്ത ആഡ് ഓണുകൾ ഒളിച്ചുവെച്ചു വിൽക്കുന്ന ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നത് യഥാർത്ഥ ഇൻഷുറൻസ് ഉപദേഷ്ടാക്കൾക്കും പോളിസി ഹോൾഡർക്കും ഒരുപോലെ ഗുണം ചെയ്യും. സുതാര്യത ഉറപ്പുവരുത്തുന്ന ഈ നീക്കം ഇൻഷുറൻസ് ഇൻഡസ്ട്രിക്ക് വലിയൊരു കരുത്താണ്. ഓൺലൈൻ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു വാർത്ത ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്നാണ്. സൊമാറ്റോയും സ്വിഗ്ഗിയും തങ്ങളുടെ പ്ലാറ്റ്ഫോം ഫീ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സൊമാറ്റോ 19% വർധനവ് വരുത്തിയപ്പോൾ സ്വിഗ്ഗി തങ്ങളുടെ ഫീ 17.58 രൂപയായി ഉയർത്തി. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ സ്വിഗ്ഗി നടത്തുന്ന 4ാമത്തെ ഫീസ് വർധനവയാണിത്. ഇന്ത്യയിലെ ഫുഡ് ഡെലിവറി മാർക്കറ്റ് വലിയൊരു ശതമാനം ഈ 2 കമ്പനികളുടെ കയ്യിലായതുകൊണ്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ ചാർജുകൾ കൂട്ടാൻ സാധിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഇത് വലിയ തിരിച്ചടിയാണെങ്കിലും ഈ കമ്പനികളുടെ ലാഭക്ഷമത കുതിച്ചുയരുമെന്നതിനാൽ ഈ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർക്ക് ഇതൊരു നല്ല വാർത്തയാണ്. ഇനി കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള ചില പ്രധാന അപ്ഡേറ്റുകൾ നോക്കാം. പാപ്പരായ ജയ്പ്രകാശ് അസോസിയേറ്റ്സിനെ NCLT വഴി ഏറ്റെടുത്തതിനുശേഷം അവരുടെ ആസ്തികൾ തന്ത്രപരമായി വിഭജിക്കാനാണ് അദാനി ഗ്രൂപ്പ്
തീരുമാനിച്ചിരിക്കുന്നത്. സിമന്റും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും വെവ്വേറെയാക്കി പരമാവധി മൂല്യം കണ്ടെത്താനാണ് അദാനി ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ഓട്ടോ സെക്ടറിൽ നിന്നും ഒരു വാർത്തയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി തങ്ങളുടെ ഗുജറാത്ത് പ്ലാന്റിൽ പ്രതിവർഷം 2.5 ലക്ഷം കാറുകൾ അധികമായി നിർമ്മിക്കുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി. കൂടാതെ ചരക്കു വിപണിയിൽ കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരാൻ സെബി കമോഡിറ്റി ഡെറിവേറ്റീവ്സിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്താൻ അനുമതി നൽകാനൊരുങ്ങുകയാണ്. അവസാനമായി ഡിവിഡന്റ് അലർട്ട്. വേദാന്ത, സംവർധന മദർസൺ, ഏഞ്ചൽ വൺ തുടങ്ങിയ പ്രമുഖ ഓഹരികളുടെ ഡിവിഡന്റ് റെക്കോർഡ് ഡേറ്റ് ഈ ആഴ്ചയാണ് വരുന്നത്. ഈ ഓഹരികൾ കൈവശമുള്ളവർ തീയതികൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. IRDAIയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആയ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ റിക്കവറിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്ര ശതമാനം തിരിച്ചു കയറിയെന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.